എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP ഒന്നാം സെമസ്റ്റർ എക്സാം റിസൾട്ട് എന്ന് വരും എന്നാണ് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ 22-ാം തീയതി എന്നൊക്കെ പറയുന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇന്ന് വരുമെന്നോ ഈ മാസം വരുമെന്നോ ഒക്കെ യൂണിവേഴ്സിറ്റികൾ പറയുന്നു. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട് എന്നായിരിക്കും? അതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി ഇതുവരെയും വിശദമായ ഒരു വിവരം പുറത്തു വിട്ടിട്ടില്ല. ഈ മാസം വരുമോ എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കണ്ണൂർ കേരള യൂണിവേഴ്സിറ്റികളുടെ റിസൾട്ട് ഏതാണ്ട് ഈ മാസത്തോടെ വരുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്. അപ്പോൾ പല വിദ്യാർത്ഥികളും പല വിദ്യാർത്ഥികളല്ല, ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് ഞാൻ പ്രത്യേകം ഒരു നന്ദി പറയുകയാണ്. കാരണം ഞാൻ കേരള യൂണിവേഴ്സിറ്റിയുടെയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും വീഡിയോസ് ഇടുന്നുണ്ടെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് ആണ് എൻ്റെ വീഡിയോ ഏറ്റവും കൂടുതലായി കാണുന്നത്. ആ ഒരു കാര്യത്തിൽ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പിള്ളേരോട് നന്ദി പറയുകയാണ്. പിന്നെ അതുമാത്രമല്ല, അഡ്മിഷൻ സമയത്തും മറ്റ് യൂണിവേഴ്സിറ്റികളുടെ കാര്യം ഞാൻ ഇട്ടിരുന്നുവെങ്കിലും 4 യൂണിവേഴ്സിറ്റികളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ എൻ്റെ വീഡിയോസ് കണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ വേണ്ട വിദ്യാർത്ഥികളായിരുന്നു. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഞാനൊരു പ്രത്യേക അഭിനന്ദനങ്ങൾ നൽകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കാര്യം നമ്മൾ എന്തായാലും ചെയ്യാതിരിക്കുക നമുക്ക് പറ്റില്ല. വിദ്യാർത്ഥികൾ എന്ന് റിസൾട്ട് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ വീഡിയോ ഏറ്റവും കൂടുതൽ പേര് കാണുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റാണ്. അപ്പോൾ നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട, നിങ്ങളുടെ റിസൾട്ടും എന്തായാലും ഞാൻ പറയുന്നു ഡിസംബർ ലാസ്റ്റ് വീക്കോ അല്ലെങ്കിൽ ജനുവരി ഫസ്റ്റ് വീക്കോട് കൂടി നിങ്ങളുടെ റിസൾട്ടും പ്രതീക്ഷിക്കാം. ഈ മാസം വരുമോ എന്നുള്ള ചോദ്യത്തിന് ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങളുടെ വാല്യുവേഷനൊക്കെ ഏതാണ്ടെല്ലാം കഴിഞ്ഞു. ആകെ ഒരു പരീക്ഷ പേപ്പർ മാത്രമാണ് റദ്ദാക്കിയിരുന്നത്. അതിൻ്റെ വാല്യുവേഷനും കഴിഞ്ഞിട്ടുണ്ടാകും. കാരണം 16-ാം തീയതി പരീക്ഷ എന്ത് ചെയ്തു? 16-ാം തീയതി പരീക്ഷ കഴിഞ്ഞു. ഇന്ന് 19-ാം തീയതിയാണ്. നേരാമാർഗം യൂണിവേഴ്സിറ്റി പോവുകയാണെങ്കിൽ അതിൻ്റെ വാല്യുവേഷൻ സുഖമായിട്ട് യൂണിവേഴ്സിറ്റിക്ക് 2 ദിവസം കൊണ്ട് കഴിക്കാമെന്നുള്ളൂ. ആ റദ്ദാക്കിയ പരീക്ഷയുടെ വാല്യുവേഷനും നിലവിലെ സ്ഥിതിയിൽ കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഈ മാസം തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാം. ഇനി എന്തെങ്കിലും ചെറിയ ഡിലേ വന്നു കഴിഞ്ഞാൽ അടുത്ത മാസം ആദ്യ വാരത്തിൽ തന്നെ വിദ്യാർത്ഥികളുടെ റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാം. അതായത് ഡിസംബർ അവസാനത്തോടെയോ അല്ലെങ്കിൽ ജനുവരി ആദ്യ വാരത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാവും. ഇപ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയുകയാണ്, ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ ബാക്കി യൂണിവേഴ്സിറ്റികളും പെട്ടെന്ന് തന്നെ പുറത്തു വിടും. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു യൂണിവേഴ്സിറ്റിയും റിസൾട്ട് പുറത്തു വിടാതിരിക്കുമ്പോഴാണ് പൊതുവെയുള്ള ഗതിയിൽ റിസൾട്ട് വൈകുക. ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ആദ്യം പുറത്തു വിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ചടപടേ എന്ന് പറഞ്ഞ് മറ്റ് യൂണിവേഴ്സിറ്റികളും എന്ത് ചെയ്യും? റിസൾട്ട് പുറത്തു വിടും. അത് ഉറപ്പാണ്. കാരണം എന്താണ്? ഏതാണ്ട് എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും സെം എക്സാമും റിസൾട്ട് പുറത്തു വിടുന്ന ടൈമും ഏതാണ്ടെല്ലാം ഒരു സെയിം ഉണ്ട്. ദിവസത്തിൽ വ്യത്യാസം വരും. ചിലപ്പോൾ ദിവസത്തിലും ഏതാണ്ട് വ്യത്യാസം വരും എന്നല്ലാതെ ഏതാണ്ട് ഒരു സമയത്താണ് ഇവരുടെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുക. അതുകൊണ്ട് തന്നെ ഒരു യൂണിവേഴ്സിറ്റി പുറത്ത് വിട്ട് കഴിഞ്ഞാൽ റിസൾട്ട്, അതായത് FIUGPയുടെ ഒരു യൂണിവേഴ്സിറ്റി റിസൾട്ട് പുറത്തുവിട്ടു. ഇപ്പോൾ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇന്ന് പ്രസിദ്ധീകരിക്കും എന്ന് പറയുന്നതുകൊണ്ട് ഉറപ്പില്ല. പക്ഷേ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇന്ന് റിസൾട്ട് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചുകൊണ്ട് തന്നെ കേരള യൂണിവേഴ്സിറ്റിക്കും അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കും അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റിക്കും ചിലപ്പോൾ അവരുടെ പ്രൊസീജിയറുകൾ സ്പീഡാകാൻ വഴിയുണ്ട്. കാരണം എന്താണ്? കണ്ണൂർ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചു, അപ്പോൾ ഇനി എന്ത് ചെയ്യണം? നമ്മളും റിസൾട്ട് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, നമുക്കും പ്രസിദ്ധീകരിക്കണം എന്നൊരു വാശി അവരുടെ ഉള്ളിൽ വരികയും ഈ പ്രൊസീജിയേഴ്സ് വേഗത്തിലാകാനുള്ള സാധ്യതയുമുണ്ട്. അതായത് ഒരു യൂണിവേഴ്സിറ്റി റിസൾട്ട് പുറത്തു വിട്ട് കഴിഞ്ഞാൽ മറ്റൊരു യൂണിവേഴ്സിറ്റിയും പെട്ടെന്ന് തന്നെ പുറത്തു വിടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും വിദ്യാർത്ഥികൾക്ക് ഈ മാസം അവസാനത്തോടെ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യ വാരത്തിനെ പ്രതീക്ഷിക്കാം. കാരണം നിങ്ങളുടെ വാല്യുവേഷനെല്ലാം പൂർത്തിയാകാനായെന്ന് ഇപ്പോൾ അതിന് പൂർത്തിയായിട്ടുണ്ടാവും. കാരണം 16-ാം തീയതി റദ്ദാക്കിയ പരീക്ഷയുടെ 16-ാം തീയതി 16-ാം തീയതി അല്ല, അന്ന് ജെൻഡർ ഹിസ്റ്ററി എന്നൊരു മൈനർ 2 എന്ന ഹിസ്റ്ററിയുടെ പേപ്പർ റദ്ദാക്കിയിരുന്നു. അതിൻ്റെ പരീക്ഷ 16-ാം തീയതി നടന്നിരുന്നു. ഇത് വീണ്ടും നടത്തിയിരുന്നു. അതിൻ്റെ വാല്യുവേഷന് നേരാമാർഗത്തിൽ യൂണിവേഴ്സിറ്റിക്ക് പോവുകയാണെങ്കിൽ നടത്തി കഴിഞ്ഞിട്ടുണ്ടാകും. അല്ലെങ്കിൽ വിത്തിൻ 2 ഡേയ്സിനകം വാല്യുവേഷൻ കഴിഞ്ഞാൽ പോലും അതിൻ്റെ റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് വേഗം തന്നെ ലഭ്യമാക്കാൻ സർവകലാശാല, ഞാൻ ഇപ്പോഴും പറയുകയാണ്, സർവകലാശാല വിചാരിച്ചു കഴിഞ്ഞാൽ ഈ മാസം അവസാനത്തോടെ തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാം.
പക്ഷേ ഇത് യൂണിവേഴ്സിറ്റിയാണ് തീരുമാനിക്കേണ്ടത്. യൂണിവേഴ്സിറ്റി കൃത്യമായ ഡേറ്റ് ഡിക്ലെയർ ചെയ്യും. പെട്ടെന്ന് തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് നിങ്ങൾക്ക് ഒറ്റൊരു കാര്യം മാത്രം ചെയ്യാൻ പറ്റും. നമ്മുടെ ചാനൽ എന്ത് ചെയ്തിട്ടുണ്ടാ പ്രീമിയർ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. പ്രീമിയർ വീഡിയോ, അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FI UGP 1ാം സെമസ്റ്റർ എക്സാം റിസൾട്ട് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞ് ഒരു പ്രീമിയർ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം. അപ്പോൾ റിസൾട്ട് ഏത് പാതിരാത്രി റിസൾട്ട് വന്നാലും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.